ഈ ഗൈസ് അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് അവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് കനകക്കുന്ന് വെച്ച് നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഇലക്ഷൻ ക്ലബിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ പള്ളിയിൽ പോയിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് കൂടിയിട്ടാണ് ഇപ്പം 1 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി 1 മണിക്കാണ് പരിപാടി. 1 മണിക്കല്ല പരിപാടി, 1 മണിക്ക് നമുക്ക് കോളേജിൽ വരാൻ പറഞ്ഞതാണ്. അപ്പോൾ പയ്യന്മാരും പിന്നെ ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി പോയി നോക്കാം. 1 മണിക്ക് എല്ലാവരും വരും. അവിടുന്ന് വണ്ടി പിടിച്ചിട്ട് നേരെ കനകക്കുന്നാണ് പോണേ. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും മാക്സിമം നോക്കാം. അപ്പം വണ്ടി എടുത്ത് നേരെ കോളേജിൽ പോട്ടെ. ഗൈസ് അങ്ങനെ നമ്മളിത് അവിടെ കോളേജിൽ എത്തി. കോളേജിൻ്റെ സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പം നമുക്ക് വണ്ടി വരും. വണ്ടി വന്നിട്ട് നേരെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണം. അതാണ് അടുത്ത പരിപാടി. ഗൈസ് അങ്ങനെ വണ്ടി ഇത് അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. കുറച്ച് പേര് വരാനായിട്ടുണ്ട്. ഇനി അക്ഷയ് നടന്നൊരു ബസ് വരൂ. ഓ കാന്ത. ഇനി കുറെ പേര് വരാണ്ട് ഗൈസ്. കുറച്ച് പിള്ളേർ വന്നു. എന്തിനാ പേടിക്കുന്നേ? അയ്യോ എന്താ വലുത് പറയായിരുന്നു. അതാ എവിടെ ആ ബാക്കിൽ അമ്മച്ചീരെ താഴെ എഴുതിയിരിക്കുന്നത്. അമ്മച്ചിയെങ്കിൽ ഇമ്മച്ചിയൊന്നും കണ്ടില്ല. ഞാൻ വണ്ടിയിലെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാ പിന്നീട് പോട്ടെ. എന്തോ കാണിച്ചു തരാന്ന് പറഞ്ഞു. സമാധി സമാധി സമാധി. അതെ അതെ ഗൈസ്, ഇവൻ ഫേമസ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പക്ഷെ ഇവനെ ആർക്കും അറിഞ്ഞൂടാ ഗൈസ്. എന്താ വെച്ചാൽ വല്ലവന്മാരെ വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരുത്തനാണ്. ഇവന്റെ അക്കൗണ്ട് സൈഡിൽ മെൻഷൻ ചെയ്യാം. റിപ്പോർട്ട് അടിക്കണേട്ടാ എല്ലാവരും. ഗൈസ് അങ്ങനെ നമ്മൾ കനകക്കുന്ന് രാത്രി കയറി. അപ്പം ചുമ്മാ കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ നമ്മൾ വേറെ ഒരു സ്ഥലത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. 3 മണിക്ക് എത്തി. 4 മണിക്കുള്ള പ്രോഗ്രാമിന് അതിനെ ഇവിടെ വന്നപ്പം കുറെ കപ്പിൾസിനൊക്കെ ഇരിക്കുന്നു. നമ്മൾ സിംഗിൾസ് വന്നിട്ട് ഇവിടെ മൂഞ്ചി തെറ്റിയിരിക്കുകയാണ് ഗൈസ്. ബാക്കി നമ്മളിവിടെ വന്നവരൊക്കെ ആ ബാക്കിലുണ്ടോയെന്നൊന്ന് ഡൗട്ട് ഉണ്ട്. എവിടെയൊക്കെ നമ്മൾ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ മെയിനായിട്ട് വന്നത് ഇലക്ഷൻ ക്ലബിൻ്റെ ഒരു പരിപാടിയായിട്ടാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റീൽ ചെയ്തായിരുന്നു. അപ്പോൾ റീൽ ചെയ്തുകൊണ്ട് ഫസ്റ്റ് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. മാത്രം വന്നില്ല. ചുമ്മാ കേസ് ഫസ്റ്റ് ഒന്നും കാണൂല. ഇല്ല ഫസ്റ്റ് അതിനപ്പുറം ഒരു ഇതില്ല. ഫസ്റ്റ് ഇല്ലെങ്കിൽ ജിഷാലിന്റെ പകുതി മീശ പഠിക്കും. മീശ വേണ്ട. നമ്മളോട് വന്നവരെല്ലാവരും ഇത് അങ്ങൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ എന്തോ ചലച്ചിത്രമേള അങ്ങനെ എന്തോ പരിപാടി നടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി കറങ്ങിപ്പോ അപ്പൊ ഫ്രീ പാസിന് നമ്മളിപ്പം ഇവിടെ കൂടെ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടുകൂടാ. നമ്മളവിടെ വന്നവര് എല്ലാവരും അവിടെ ഉണ്ട്. അവിടുന്ന് കൈയെടുത്ത് കാണിക്കുന്നു. ഇവിടെ ഒന്നും എത്തണില്ല. അതാണ് ജെറിൻ ഇൻഫ്ലുവൻസറാ. പക്ഷേ ഗൈസ് ഇവിടെ അടിപൊളി സെറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ വലിയ പരിപാടിയാണ് ഇവിടെ. ഫസ്റ്റ് ചീസ് ഇതോ പോകുന്നു. പിന്നെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കാം. ഗൈസ് ഇന്ന് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ മെയിനായിട്ട് വന്നത്. ഇപ്പൊ കണ്ടില്ലേ അവിടെ ഒരു സെൽഫി പോയിന്റ് വെച്ചിട്ടുണ്ട്. പറയാൻ പറ്റില്ല. സ്റ്റേജ് വിളിച്ചാലോ ഒരു 5 വർഷം കഴിഞ്ഞിട്ടെ കാട്ടാക്കട ആനിവേഴ്സറിക്ക് ഇവനെ വിളിക്കും. യൂട്യൂബർ ഇൻഫ്ലുവൻസർ. സോറി നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നാഷണൽ വോട്ടേഴ്സ് ഡേ എല്ലാവരും നിങ്ങളവിടെ ഇരുന്നാൽ മതി. എവിടെ ഇരുന്നാൽ മതി. അവിടെ വേണം നാഷണൽ വോട്ടേഴ്സ് ഡേ. ഗൈസ് ഇലക്ഷൻ്റെ പരിപാടി ഇപ്പം തുടങ്ങും. അതായത് ഇപ്പം സമയം 4:30 ആവാൻ പോകണം. ഇപ്പം തുടങ്ങും. കളക്ടറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചുമ്മാ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്താണ് പരിപാടി കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കുറേ സെൽഫി പോയിന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഫയർഫോഴ്സ് ടീം ഇതവിടെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ പോലീസൊക്കെ നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്താണ് പരിപാടി. ഗൈസ് ഇതിൻ്റെ അകത്താണ് പരിപാടി കേട്ടോ. സൺകിസ്
ഒരു ചായക്ക് 2 കടിക്ക് വേണ്ടി ആദ്യം ഓടിയിരിക്കും സീനിയേഴ്സ് എന്ന് പറയും സീനിയേഴ്സ് ഇവന്മാര് ഫ്രണ്ട് ക്യാമറ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിന്റെ ഇടയിൽ 2 എണ്ണം കുത്തി കയറി നമ്മൾ ഫുഡ് ചായ കുടിക്കാനാണ് വന്നേക്കുന്നത്. ഇവിടെ ചായ ഉണ്ട്. 2 എണ്ണം കുത്തി കയറി ക്യൂ ആയിരിക്കും അത് കയറി. അതും അമ്മച്ചിമാര്. ഓ, ഇവിടെ അടിപൊളി ബാൻഡ് ഉണ്ടായിരുന്നു. ബാക്കിൽ ഇരിക്കണ്ട അവരെങ്ങനെ വിളിയിടാ ഫസ്റ്റീസിനെ പാവല്ലേ അവരെ ഫസ്റ്റീസിനെ കൂടെ വിളിയിടാ ഓരോരുത്തരെ വെച്ച്. പാവം പിള്ളേര് ഞാൻ വിളിച്ചാണ് അവര് പറഞ്ഞില്ല. ഇവന്മാര് വിളിക്കാൻ ജൂനിയേഴ്സ് പിള്ളേര് ബാക്കിയിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ കയറിയോണ്ട് നമുക്ക് കിട്ടി. ഇവര് സമ്മതിക്കില്ല ഗൈസ്. പ്രത്യേകിച്ച് ജെറിനെ കാണിച്ചു ബെസ്റ്റ് ഒരു ചായക്ക് വേണ്ടി അടിയേ. ഇവര് നമ്മളെ വന്നു കയറിയപ്പോഴേ ഇവര് ഇവിടെ പണി തുടങ്ങിയാണ്. അടിപൊളിയായിട്ട് ഇവർ ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു പുസ്തകത്തിന്റെ ഒരു തീമിൽ. ഇവിടെ വലിയ പരിപാടി എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചലച്ചിത്ര പരിപാടി എന്തോ അവിടെ നടക്കുകയാണ്. കട്ട്ലറ്റ് ഇതെന്തൊരു സാധനം? ചായ അവിടെ അടിച്ചോണ്ടിരിക്കണം ഗൈസ്. അങ്ങനെ ചായ കിട്ടി. കുറെ നേരം ക്യൂ നിന്നിട്ടായിരുന്നു കിട്ടി. കേരള സർക്കാരിന്റെ ഒരുപാട് വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, കനകുന്ന് പാലസ്. ഇതാണ് കനകുന്ന് പാലസ്. പിന്നെ കനകുന്ന് കുറേ നേരം കറങ്ങി കൊണ്ടിരുന്നതിന് ശേഷം ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ട് വന്നേ. അപ്പോൾ ഇവിടെ ചലച്ചിത്ര അവാർഡ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരൊക്കെ അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ആസിഫ് അലി ഇക്കയും കണ്ടായിരുന്നു അവിടെ വെച്ച്. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല, കാരണം അവിടെ ഫുള്ള് പോലീസ് സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അങ്ങോട്ട് താഴോട്ട് ഫുള്ള് പോകാനേ പറ്റിയില്ല, അടുക്കാനേ പറ്റിയില്ല, അത്രയ്ക്ക് ആളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ക്ലിയർ ആയിട്ട് ഒരുവിധം കണ്ടത്. അല്ലാതെ നമുക്ക് അവിടെ ബാക്കിൽ നിന്ന് ഒട്ടും കണ്ടുകൂടായിരുന്നു. പിന്നെ വേറെ നടന്മാരൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ ക്രൗഡിൽ നിങ്ങൾ എത്ര നടന്മാരെ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. പിന്നെ ലിസ്റ്റായിട്ട് കമൻറ്റ് ശരിയായിട്ടുള്ളവരെ കമൻറ്റ് പിൻ ചെയ്തും കൂടെ വയ്ക്കുന്നതായിരിക്കും ഞാൻ. ഈ ഗൈസ് അപ്പോൾ ആസിഫ് അലി എല്ലാം കണ്ടിട്ട് നമ്മളിപ്പോൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ. നീ കണ്ടില്ല അവിടെ ആസിഫ് അലി വന്നോ? വേറെ ആരും ഞാൻ കൊണ്ടുപോയില്ല. ഞാനും ആയത്തിന് മാത്രം പോയി കണ്ടു. ആസിഫ് അലി ടൊമിന വന്നില്ല, ആസിഫ് അലി മാത്രം വന്നു. അവിടെ കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ ഇങ്ങനെ അല്ലേ പറഞ്ഞവരെ സെൽഫി എടുക്കാൻ പറഞ്ഞവര് ഇല്ല, അതിൻ്റെ കയറ്റി വിട്ടില്ല. അതിൻ്റെ അകത്ത് VIP അത് ഫുള്ള് കെട്ടിയിട്ടിരിക്കും. അതിൻ്റെ ബാക്കിൽ നിന്നാണ് നമ്മളെടുത്ത് കണ്ടത്. ആസിഫ് അലി ഉണ്ട്. പിന്നെ ഇവിടെ വിഷ്വൽ മ്യൂസിക് ചെയ്യണമെന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ അല്ലാതെ കുറേ യൂട്യൂബേഴ്സ് പോയി സംസാരിച്ചില്ല. കാണണോ? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോ കാണിക്കും. അപ്പോൾ അവാർഡ് കൊടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടനുബന്ധിച്ചാണ് ഇവരെല്ലാവരും വന്നത്. ഓ പിന്നെന്താ, ഫോട്ടോ എടുക്കാമല്ലോ, എടുത്തോ. എന്ത് ചെയ്യും ഗൈസ്, സെലിബ്രേറ്റ് ആയി പോയില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. ഇപ്പം ഒരു 6 മണി അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ. രാത്രി ആവാറായി. മമ്മൂട്ടിയും വരുന്നുണ്ടെന്ന് തോന്നുന്നു. മമ്മൂട്ടി വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി പറഞ്ഞെടുത്ത് വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ വണ്ടി വരും ആയിരിക്കും. അങ്ങ് നിൽക്കാം, നേരത്തെ നിന്നെടുത്ത്. നമ്മൾ നേരത്തെ ആ സ്ഥലത്തോട്ടാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പോലീസായിട്ട് നിറഞ്ഞിരിക്കണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആസിഫ് അലിയും പിന്നെ കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ കണ്ട. പോയി സംസാരിച്ചൊന്നുമില്ല. ആസിഫ് അലിയിൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, കാരണം അവിടെ ഫുള്ള് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുമല്ല പോലീസ് ഫുള്ള് നിറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. അതോടൊപ്പം ആൾക്കാരും നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങോട്ട് അടുക്കാനേ പറ്റിയില്ല. പിന്നെ വേറെ യൂട്യൂബേഴ്സിൻ്റെ സംസാരിക്കാനും പിന്നെ അവർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വേറെ വീഡിയോ ഒന്നും എടുക്കാതെ സംസാരിക്കാനായിട്ടൊന്നും പോകാതെ. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ വണ്ടി വന്നാൽ കയറി പോകാം. അതൊക്കെ എത്രയുള്ളൂ.